ഉരുൾപൊട്ടൽ ദുരന്തത്തെ അതിജീവിച്ച ചൂരൽമല കാഴ്ചകൾ എന്റെ കേരളം പ്രദർശന വിപണന മേളയോടനുബന്ധിച്ച് കോഴിക്കോട് കടപ്പുറത്ത് നടക്കുന്ന കുടുംബശ്രീ ദേശീയ സരസ് മേളയുടെ ഏറ്റവും വലിയ സൗന്ദര്യമാണ്. ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ ഉറ്റവരെ നഷ്ടപ്പെട്ട കൂട്ടുകാരായ ഷുഹൈബും സുഹൈലും ഫിർഷാദും CDS പ്രവർത്തകയായ S അബിദയുമെല്ലാം കുടുംബശ്രീ സ്റ്റാളുകളുടെ പുതുജീവിതം കരുപിടിപ്പിക്കുകയാണ്. ജൂലൈ 30 പുഞ്ചിരിമറ്റത്തെയും അട്ടമലയിലെയും മുണ്ടക്കയിലെയും ചൂരൽമലയിലെയും സാധാരണക്കാരായ മനുഷ്യരുടെ ജീവനും സ്വത്തും ഉരുളെടുത്ത ദുരന്ത ദിനം. അന്ന് മുണ്ടക്കൈക്കാരായ സുഹൈലിനും ഫിർഷാദിനും ഉറ്റവരും വീടും നഷ്ടപ്പെട്ടു. ഷുഹൈബിനാകട്ടെ വീടും നഷ്ടമായി. ദുരന്തത്തിൽ എല്ലാം നഷ്ടപ്പെട്ട മൂവരും സമാനമായ അവസ്ഥയുണ്ടായ റാഷിദിനെയും സിനാനെയും ഒപ്പം കൂട്ടി അതിജീവനത്തിനായി പുതിയ ഒരു സംരംഭം തുടങ്ങി. വൈൻ ക്രൈവ് എന്ന പേരിൽ വയനാടിന്റെ സുഗന്ധദ്രവ്യങ്ങളും തേനും വിൽക്കുന്ന സംരംഭമായിരുന്നു അത്. ആ സംരംഭവും ഉൽപ്പന്നങ്ങളുമായി ഇവർ കോഴിക്കോട് എന്റെ കേരളം മേളയുടെ ഭാഗമായി നടക്കുന്ന കുടുംബശ്രീ ദേശീയ സരസ് മേളയുടെ സ്റ്റാളിലുണ്ട്. ഷുഹൈബ് അന്ന് നമ്മൾ മുണ്ടക്കയിൽ വെച്ച് കാണുമ്പോൾ ഷുഹൈബ് എല്ലാം നഷ്ടപ്പെട്ട ഒരു അവസ്ഥയിലായിരുന്നു ഉണ്ടായിരുന്നത് അല്ലേ. വീടും അങ്ങനെയൊക്കെ നഷ്ടപ്പെട്ടു. ഇപ്പോൾ വീണ്ടും ഒരു പുനർജീവനാണല്ലേ ഇവിടെ? തീർച്ചയായിട്ടും. ഇതിപ്പോൾ നമ്മൾ ആക്ച്വലി പ്രളയത്തിന് ശേഷം സ്റ്റാർട്ട് ചെയ്തൊരു ബ്രാൻഡാണ്. ബ്രാൻഡിൻ്റെ പേര് വൈൻ ക്രൈവ് എന്നാണ്. മെയിൻലി നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് വയനാടിൻ്റെ സ്പൈസസ്, അതിൻ്റെ കൂടെ തന്നെ എക്സ്പോർട്ടിംഗ് ക്വാളിറ്റി സ്പൈസസ് മാത്രമേ നമ്മൾ ഉപയോഗിക്കുന്നത്. ആക്ച്വലി നമ്മൾ കെമിക്കൽസ് ഒന്നും ആഡ് ചെയ്യുന്നില്ല. 9ഓളം ഫ്ലേവേർഡ് ടീ പൗഡേഴ്സ് ഇപ്പോൾ നമുക്ക് നിലവിൽ മാർക്കറ്റിലുണ്ട് നമ്മൾ പ്രൊഡക്റ്റ് ആയിട്ടാണ്. കോഫി പൗഡേഴ്സൊക്കെ ആയിട്ട് നന്നായിട്ട് പോകുന്ന സന്തോഷം. ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ കൂട്ടുകാരെ നഷ്ടപ്പെട്ട CDS പ്രവർത്തക S അബിദ രക്ഷാപ്രവർത്തകർക്കൊപ്പം ശുചീകരണ പ്രവൃത്തിയിൽ ഏർപ്പെടുന്ന കാഴ്ച ഏവരുടെയും മനസ്സിനെ നൊമ്പരപ്പെടുത്തിയിരുന്നു. ദുഃഖങ്ങൾ മറക്കാൻ സന്നദ്ധ പ്രവർത്തനത്തിനിറങ്ങിയ സബിതയെ കേരളത്തിന്റെ പൊതുസമൂഹം അന്ന് അഭിനന്ദിക്കുകയും ചെയ്തു. ഉരുൾപൊട്ടൽ ദുരന്തം എല്ലാം തകർത്ത സബിത ചൂരൽമല സൃഷ്ടി ഹാൻഡിക്രാഫ്റ്റ് എന്ന പേരിൽ പൊതുസമൂഹത്തിന് അതിജീവനത്തിന്റെ പുതിയ പാഠം പകരുകയാണ് ഇപ്പോൾ. ചിരട്ട കൊണ്ടുള്ള ഉൽപ്പന്നങ്ങളും മുളങ്കുറ്റിയും മരത്തിൽ നിന്ന് തയ്യാറാക്കിയ കമ്മലുകളും മാലകളുമായി സബിത കോഴിക്കോട് കടപ്പുറത്ത് നടക്കുന്ന മേളയിലുമുണ്ട്. ജീവിതത്തെ തിരിച്ചുപിടിക്കാനുള്ള നിരന്തര ശ്രമത്തിന്റെ ഭാഗമാണിതെന്ന് സബിതയുടെ വാക്കുകൾ. നമ്മൾ നേരത്തെ കണ്ടത് മുണ്ടക്കൈ ദുരന്തത്തിൻ്റെ പശ്ചാത്തലത്തിൽ താങ്കളും സുഹൃത്തുക്കളൊക്കെ ചേർന്ന് അന്ന് എല്ലാം നഷ്ടപ്പെട്ടിട്ടും അവിടെ ശുചീകരണ പ്രവർത്തനത്തിൽ പങ്കാളിയായിട്ടുണ്ട്. ഇന്നിപ്പോൾ അതിജീവനത്തിൻ്റെ മറ്റൊരു രൂപമായിട്ടാണ് നിങ്ങളെ കാണുന്നത്. എന്തൊക്കെയാണ് ഇന്നിപ്പോൾ ഈ ഒരു സരസ് മേളയിൽ വരുമ്പോൾ ഉണ്ടാവുന്നത്? നമ്മൾ സരസ് മേള ഇപ്പോൾ ഞാൻ ഇത് കഴിഞ്ഞിട്ട് എനിക്ക് ഫസ്റ്റ് കിട്ടിയത് സരസ് മേള തന്നെയാണ്. ചെങ്ങന്നൂരിലായിരുന്നു കിട്ടിയത്. അപ്പോൾ മേളയിൽ കൂടി ഇപ്പോൾ നമുക്ക് വർക്കേഴ്സൊന്നും ഇല്ലാത്തത് കാരണം തനിച്ചാണ് വർക്കെല്ലാം ചെയ്യുന്നത്. അപ്പോൾ ഈ മേളയാണ് ഇപ്പോൾ എൻ്റെ ഒരു ആശ്രയം. അപ്പോൾ ഇതും നമ്മുടെ ചൂരൽമല ബേസ് ചെയ്തിട്ട് തന്നെയാണ് ഈ സ്റ്റാള് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇപ്പോൾ രണ്ടാമത്തെ ദിവസമാണ്. ഇതൊരു മാർക്കറ്റിംഗ് ആയി തുടങ്ങിയിട്ടില്ല, ചിലപ്പോൾ ആവുമായിരിക്കും. അപ്പോൾ എനിക്ക് പറയാനുള്ളത് നമ്മളുടെ പ്രോഡക്റ്റ് എടുത്തിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യാം. സംസ്ഥാന സർക്കാരിന്റെ വികസന നേട്ടങ്ങൾ മാത്രമല്ല, ഇതുപോലെ എല്ലാം നഷ്ടപ്പെട്ട മനുഷ്യർക്കുള്ള പ്രചോദനത്തിന്റെ വേദി കൂടിയാണ് എന്റെ കേരളം മേളയും ദേശീയ സരസ് മേളയും. ചൂരൽമലയിലെയും മുണ്ടക്കയിലെയും മനുഷ്യർ സർക്കാരിനും സമൂഹത്തിനുമൊപ്പം പുതുജീവിതത്തിലേക്ക് ചുവടുവെക്കുകയാണ്. മുണ്ടക്കയിലെയും ചൂരൽമലയിലെയും അതിജീവിതർക്കൊപ്പം കൈത്താങ്ങായി ഇപ്പോഴും സർക്കാരുണ്ട്. അതിൻ്റെ നേർസാക്ഷ്യമാണ് എൻ്റെ കേരളം പ്രദർശന വിപണന മേളയുടെ ഭാഗമായുള്ള ദേശീയ സരസ് മേളയിലെ ഈ കാഴ്ചകൾ. അവർ അതിജീവിക്കുകയാണ് പുതിയ ജീവിതത്തിലേക്ക് കടന്നുകൊണ്ട്. നമുക്കും അവരെ ചേർത്ത് പിടിക്കാം. ക്യാമറ പേഴ്സൺ രാഹുൽ മക്കടയ്ക്കൊപ്പം റിയാസ് KMR, കേരള വിഷൻ ന്യൂസ്, കോഴിക്കോട്.